നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്ന വിഷയം രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ കാര്യങ്ങൾ മുഴുവനായിട്ട് നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കുറഞ്ഞതൊരു 7 ദിവസം പ്രാവർത്തികമാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ പറയുന്ന ഫലങ്ങൾ ഉണ്ടാകും. ഈ ഫലങ്ങൾ എന്തൊക്കെയാണെന്നാൽ, നിങ്ങൾക്ക് ശത്രുദോഷമുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും മാറിക്കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ആഭിചാരത്തിൽ നിന്നുള്ള മോചനം, അതായത് കൂടോത്രം, ദൃഷ്ടിദോഷം, കൈവിഷം, കണ്ണേറ്, അങ്ങനെ ഉള്ള ദോഷങ്ങളെല്ലാം മാറിക്കിട്ടും. നിങ്ങളുടെ ശരിയായ സമയത്ത് നിങ്ങൾക്ക് ശരിയായ കാര്യങ്ങളെല്ലാം ചെയ്യുവാൻ കഴിയുന്നതാണ്. ജീവിതത്തിൽ പൂർണ്ണമായിട്ടും വിജയം ഉണ്ടാവുന്നതാണ്. പല കാര്യങ്ങൾ ചെയ്തിട്ടും നിങ്ങൾക്ക് ഇതുവരെ വിജയം ഉണ്ടായിട്ടില്ലെങ്കിൽ ഈ ചെറിയ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ജീവിതത്തിൽ ചെയ്തു നോക്കുക. ഇതിനായിട്ട് നിങ്ങൾ പണച്ചെലവൊന്നും ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ദിവസവും ഏതെങ്കിലും ഒരു സ്വല്പം സമയം, അധിക സമയവും ആവശ്യമില്ല ഇതിന്, ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് മാത്രം നിങ്ങൾ ഇതിനായിട്ടൊന്ന് മാറ്റി വയ്ക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ പൂർണ്ണ വിജയം ഉണ്ടാകുന്നതാണ്. ഈ 7 ദിവസം ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മാറ്റങ്ങൾ അനുഭവപ്പെടാൻ തുടങ്ങും. അപ്പോൾ നിങ്ങൾ ഇതിൽ പൂർണ്ണമായിട്ടും വിശ്വസിക്കുകയും മുന്നോട്ട് ഇത് തുടരുകയും ചെയ്യുന്നതാണ്. അപ്പോൾ ആ കാര്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോകൾക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര്, നക്ഷത്രം, ജന്മവർഷം, തീയതി എന്നിവ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതാണ്. ഈ നമ്മൾ മേൽപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മളിൽ നിന്ന് വിട്ടുപോകണമെങ്കിൽ നമ്മൾക്ക് എന്ത് ഗുണമായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്, അതാദ്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മൾക്ക് ഒരു പോസിറ്റീവ് എനർജി ഉണ്ടെങ്കിൽ നമ്മളെ ഇവർക്ക് ആർക്കും തൊടാൻ കഴിയും. ആ പോസിറ്റീവ് എനർജി എങ്ങനെ ഉണ്ടാകും? അത് നമ്മളുടെ നക്ഷത്രവുമായി ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. ആ പോസിറ്റീവ് എനർജിയെ ഉണ്ടാക്കാനാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം നിങ്ങൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ട, നിങ്ങൾ ഇടവം രാശിയിലാണ് ജനിച്ചിരിക്കുന്നത്. നിങ്ങളുടെ രാശിനാഥൻ എന്ന് പറയുന്ന ശുക്രനാണ്. ആദ്യം തന്നെ നമ്മളുടെ ആദ്യ പടി എന്ന് പറയുന്ന ശുക്ര ഭഗവാനെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്യുക. ശുക്ര മന്ത്രം ദിവസവും 7 തവണ നിങ്ങൾ ജപിക്കേണ്ടതാണ്. അതിന് പ്രത്യേക സമയമൊന്നുമില്ല. 7 തവണ ജപിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാകുന്നതാണ്. പിന്നെ കൂടാതെ നിങ്ങൾക്ക് 108 തവണ ജപിക്കാൻ കഴിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ജപിക്കുക. കാരണം അത് ഈ 108 തവണ എന്ന് പറയുമ്പോൾ നമുക്ക് 108 തവണ പെട്ടെന്ന് ജപിച്ച് തീർക്കാം. പക്ഷെങ്കിൽ അതിലൊരു കുഴപ്പമുള്ളത്, നമ്മൾ ഏകാഗ്രതയോടെ ജപിച്ചാൽ മാത്രമേ ഇതിന് ഫലമുണ്ടാകുകയുള്ളൂ. ഈ സമയത്ത് നമ്മളുടെ മനസ്സ് മാറിപ്പോകാൻ പാടില്ല. ഈ 7 തവണ ജപിക്കുമ്പോൾ നമുക്ക് ഒരു രീതിയിൽ മനസ്സ് പിടിച്ചു നിർത്താൻ കഴിയുന്നതാണ്. മറ്റൊരു ചിന്തയിലേക്ക് പോകരുത് എന്നാണ് പറയുന്നത്. പ്രാർത്ഥനയുടെ ഇടയ്ക്ക് മറ്റൊരു ചിന്തയിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ അതിന് ഫലം കുറയുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ നക്ഷത്രത്തിന്റെ അധിപൻ എന്ന് പറയുന്നത് ചന്ദ്രനാണ്. ഈ രോഹിണി നക്ഷത്രക്കാരുടെ അധിപനാണ് പറഞ്ഞു വരുന്നത് ചന്ദ്രൻ. അതുകൊണ്ട് തന്നെ ചന്ദ്ര മന്ത്രവും 7 പ്രാവശ്യം നിങ്ങൾ ജപിക്കാൻ ശ്രമിക്കുക. 108 തവണയാണെങ്കിൽ വളരെ നല്ലതാണ്. അങ്ങനെ ചന്ദ്രനെയും നിങ്ങൾ പ്രീതിപ്പെടുത്തേണ്ടതാണ്. ഈ 2 കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ നമ്മളുടെ ജീവിതത്തില് കുറച്ച് പോസിറ്റീവ് എനർജികൾ വന്നു ചേരുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കണം. നിങ്ങൾക്കൊരു വേദ നക്ഷത്രമുണ്ട്, അത് ചോതി നക്ഷത്രമാണ്. ഈ ചോതി നക്ഷത്രക്കാരുമായിട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ അല്ലെങ്കിൽ മറ്റ് ബന്ധങ്ങളൊക്കെ ഒഴിവാക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഇല്ല എങ്കിൽ നിങ്ങളുടെ നക്ഷത്ര ദേവതയായ ബ്രഹ്മാവിനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇവരുമായിട്ടുള്ള ഇടപാടുകൾ നടത്തുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. നിങ്ങൾ ശുഭകാര്യങ്ങൾക്കായിട്ട് 3 നാളുകൾ ഒഴിവാക്കേണ്ടതുണ്ട്. അത് നിങ്ങളുടെ നാള് മുതൽ 3-ാം നാളായിട്ടുള്ള തിരുവാതിര നക്ഷത്രം, ആ ദിവസം നിങ്ങൾ ഒരു ശുഭകാര്യവും നിങ്ങൾ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ 5-ാം നാളായിട്ടുള്ള പൂയം നക്ഷത്രത്തിലും നിങ്ങൾ ഒരു ശുഭകാര്യവും ചെയ്യരുത്. അടുത്തത് 7-ാം നക്ഷത്രമാണ്, മകം നക്ഷത്രമാണ്. അപ്പോൾ ഈ 3 നക്ഷത്രങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് നിങ്ങൾ ശുഭകാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളുടെ പഞ്ചഭൂതം ജലമാണ്. അതുകൊണ്ട് തന്നെ രാവിലെ എഴുന്നേറ്റ ഉടനെ ഒരു കൈക്കുമ്പിൾ ജലമെടുത്ത് സൂര്യഭഗവാന് നേരെ നിന്ന് പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. നിങ്ങളുടെ വൃക്ഷം ഞാവലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ തൊടിയിലൊക്കെ ഞാവലുണ്ടെങ്കിൽ ഞാവലിനെ സംരക്ഷിക്കുന്നത് വളരെ നല്ലതാണ്. ഇത് പോസിറ്റീവ് എനർജി നൽകുന്നതാണ്. ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവരാണെങ്കിൽ ഒരു ചെടിച്ചട്ടിയിൽ ഞാവലിന്റെ തൈ നട്ടുപിടിപ്പിക്കാവുന്നതാണ്. അത് വളർന്നു കഴിയുമ്പോൾ മാറ്റി മറ്റൊരെണ്ണം വയ്ക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. നമ്മൾ ഇനി അടുത്തത് പറയാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് വ്യക്തമായിട്ട് കേൾക്കണം. ഈ 3 കാര്യങ്ങളും കൂടെ ഒന്നിച്ചു ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് വളരെ ഉചിതമായിരിക്കും. നിങ്ങൾക്ക്
ആഴ്ചയിലെ അനുകൂലമായിട്ടുള്ള ദിവസം എന്ന് പറയുന്നത് ശനിയാഴ്ചയും ബുധനാഴ്ചയുമാണ്. ഈ 2 ദിവസങ്ങളിൽ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ വളരെ ഉചിതമായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ ഭാഗ്യ നിറം എന്ന് പറയുന്ന വെള്ള, പച്ച, നീല ഈ നിറങ്ങളാണ് നിങ്ങൾക്ക് ഭാഗ്യം കൊണ്ടുവന്നു തരുന്ന നിറങ്ങൾ. അതുപോലെ തന്നെ നിങ്ങളുടെ ഭാഗ്യസംഖ്യ അല്ലെങ്കിൽ അനുകൂല സംഖ്യ എന്നൊക്കെ പറയാൻ കഴിയുന്നത് 2, 5, 8, 6 എന്നിവയാണ്. അപ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഇനി കൃത്യമായിട്ട് നിങ്ങൾ കേട്ട് ചെയ്യുകയാണെങ്കിൽ അതൊന്ന് പരീക്ഷിച്ചു നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിജയമുണ്ടാകുന്നതാണ്. നിങ്ങളുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, നിങ്ങളിപ്പോൾ ഒരു ബിസിനസ് ആരംഭിക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ അതിന് പ്രധാനപ്പെട്ട എന്തെങ്കിലും രേഖകൾ ഒപ്പിടാൻ പോവുകയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഇന്റർവ്യൂകളൊക്കെ പോവുകയാണ്. അന്നേ ദിവസം 2, 5, 8, 6 വരുന്ന തീയതികൾ ആണെങ്കിൽ, അല്ലെങ്കിൽ 12 ആവാം, 18 ആവാം, 28 ആവാം, 26 ആവാം, അങ്ങനെ ഇതിലേതെങ്കിലും ഒരു സംഖ്യ ആ തീയതിയിൽ ഉണ്ടാവണം. അതുപോലെ തന്നെ അന്നേ ദിവസം നിങ്ങൾ വെള്ള, പച്ച അല്ലെങ്കിൽ നീല നിറം, ഈ നിറത്തിൽ ഏതെങ്കിലും ഒരു നിറത്തിലുള്ള വസ്ത്രമായിരിക്കണം ധരിച്ചിരിക്കുന്നത്. എന്നാൽ നിങ്ങൾക്ക് ഒരു 80% പോസിറ്റീവ് എനർജിയായി അന്നേ ദിവസം ശനിയാഴ്ചയോ ബുധനാഴ്ചയോ ആണെങ്കിൽ നിങ്ങൾക്ക് 100% പോസിറ്റീവ് എനർജിയാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ചെയ്യുന്ന ഏത് പ്രവൃത്തിയും വൻ വിജയത്തിൽ എത്തുന്നതാണ്. അതുപോലെ തന്നെ ഈ അക്കങ്ങളൊക്കെയുള്ള, ഈ സംഖ്യകളൊക്കെയുള്ള ഭാഗ്യക്കുറികളൊക്കെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വളരെ വിജയമുണ്ടാകുന്നതാണ്. മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, രാവിലെ എഴുന്നേൽക്കുന്ന ഉടനെ നിങ്ങളുടെ ബീജമന്ത്രം, രോഹിണി നക്ഷത്രത്തിന് ഒരു ബീജമന്ത്രമുണ്ട്. ആ ബീജമന്ത്രം 7 തവണ ഉരുവിടാൻ ശ്രമിക്കുക. 108 തവണ ഉരുവിട്ടാൽ ഏറ്റവും നല്ലതാണ്. അത് ഉരുവിടേണ്ട അനുകൂലമായ ദിക്ക് എന്ന് പറയുന്നത് തെക്ക് ദിശയിലേക്ക് നോക്കിയോ അല്ലെങ്കിൽ തെക്ക് പടിഞ്ഞാറ് ദിശയിലേക്ക് നോക്കിയോ ഉരുവിടേണ്ടതാണ്. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. നിങ്ങൾക്ക് ഭാഗ്യരത്നം എന്ന് പറയുന്നത് മുത്തും മരതകവും ഇന്ദ്രനീലവുമാണ്. ഇതിലേതെങ്കിലും ഒരു മുത്ത് നിങ്ങൾ ധരിക്കുന്നത് വളരെ പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് കൊണ്ടുവന്നു തരുന്നതാണ്. ചുരുക്കി പറഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്നതാണ്. പ്രത്യേകിച്ച് രോഹിണി നക്ഷത്രക്കാര് ശുക്ര ഭഗവാന്റെ ബീജമന്ത്രവും ചന്ദ്രഭഗവാന്റെ മന്ത്രവും ദിവസവും 7 തവണയിൽ കൂടുതൽ ഉരുവിടുകയും രോഹിണി നക്ഷത്രത്തിന്റെ ബീജമന്ത്രം ഉണർന്നെഴുന്നേൽക്കുന്ന ഉടനെ 7 തവണയിൽ കൂടുതൽ തെക്ക് അല്ലെങ്കിൽ തെക്ക് പടിഞ്ഞാറ് ദിശയിലേക്ക് നോക്കി ഉരുവിടുന്നതും വളരെ നല്ലതായിരിക്കും. ഈ മന്ത്രം ഉരുവിടുമ്പോൾ ചെറിയ ശബ്ദത്തിൽ ഉരുവിടാൻ ശ്രമിക്കുക. കാരണം ഈ ശബ്ദത്തിൽ നിന്നാണ് നമ്മൾക്ക് പോസിറ്റീവ് എനർജി ഉണ്ടാവുന്നത്. ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന പോസിറ്റീവ് എനർജി നമ്മളുടെ ശരീരത്തിലൊരു ഓറയായിട്ട് പരിണമിക്കുകയും ഈ ഓറ മൂലം നമ്മൾക്ക് എതിരെ വരുന്ന ശത്രുശല്യം, കണ്ണേറ്, ദൃഷ്ടിദോഷം എല്ലാം മാറിപ്പോകുന്നതാണ്. കൂടാതെ നമ്മൾക്ക് അനുകൂലമായിട്ടുള്ള സമയങ്ങളിൽ നമ്മൾ ശുഭകാര്യങ്ങൾ, നമ്മൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഈ ദുഷ്ടശക്തികളൊക്കെ മാറി നിൽക്കാനേ കഴിയുള്ളൂ. നമ്മൾ നമ്മളുടെ സമയം മനസ്സിലാക്കി പ്രവർത്തിക്കുകയാണെങ്കിൽ, എല്ലാവർക്കും ഒരു സമയമുണ്ടെന്ന് പറയില്ലേ, അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കിയിരിക്കണം. രോഹിണി നക്ഷത്രക്കാര് ഇക്കാര്യങ്ങൾ കൃത്യമായിട്ടൊന്ന് പഠിച്ച് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പറയുന്നു വലിയ മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നതാണ്. തീർച്ചയായിട്ടും അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി മുന്നോട്ട് പോകുക. എല്ലാം ശുഭ പര്യവസായി ആകുന്നതാണ്. നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്ന ദോഷങ്ങളെല്ലാം മാറിക്കിട്ടുന്നതാണ്. ഇക്കാര്യങ്ങൾ, ഈ 3 മന്ത്രങ്ങൾ മറക്കരുത്, പ്രത്യേകം നിങ്ങൾ ജപിക്കാൻ ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു. അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.